മുഴക്കാലുകളും മടങ്ങുന്ന ഒരു നാമം. അപ്പൊ അത് യേശുവിന്റെ നാമമാണ്. അതിന് ഞങ്ങൾ ആരും ഒരിക്കലും എതിര് പറയുകയോ എതിർ നിൽക്കുകയോ ചെയ്യുന്നില്ല. അത് അങ്ങനെയാണെന്ന് ഉച്ചസ്ഥലം ഘോഷിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ സ്നാനത്തിന്റെ ഫോർമുലയിൽ ആ കാര്യം വ്യത്യസ്തമായിട്ട് യേശു തന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഞാൻ പാസ്റ്റർ അനീൻ സാമുവൽ, ന്യൂഡൽഹി. ക്രിസ്തീയ ജലസ്നാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ 2 ഭാഗങ്ങളായി ഇതിനു മുൻപ് ഞാൻ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തത്. ഒരു പക്ഷേ അഥവാ നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ ദയവായിട്ട് ആ വീഡിയോസ് കാണുവാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്തീയ ജലസ്നാനത്തെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള പഠനങ്ങൾ, ചിന്തകൾ, ആശയങ്ങൾ, വാദങ്ങൾ, വിവാദങ്ങളൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലും മറ്റും ധാരാളമായി കാണുന്നുണ്ട്. ഇതിലെ ധാരാളം വിഷയങ്ങൾ അതൊരു മഹാസാഗരം പോലുള്ള വിഷയമാണ്. പലതിൻ്റെയും വ്യാപ്തിയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ അതിന് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി നാം പഠിക്കേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അതിൻ്റെ മൂലഗ്രന്ഥങ്ങളും മൂലഭാഷകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കർത്താവ് എന്താണ് ആ വിഷയങ്ങളോടൊക്കെ ആഗ്രഹിച്ചത്? ദൈവത്തിൻ്റെ ആഗ്രഹം ഓരോ വിഷയത്തിലും ദൈവം എന്താണ് ആഗ്രഹിച്ചിരുന്നത് അത് അതുപോലെ തന്നെ ഗ്രഹിക്കുവാൻ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ക്രിസ്തീയ ജലസ്നാനം എന്നാൽ എന്താണ്, അത് ഏത് നാമത്തിൽ എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഏത് നാമത്തിലായിരിക്കണം സ്നാനം നടത്തേണ്ടത്. യഥാർത്ഥത്തിൽ സ്നാനം പോലെ തന്നെ വളരെയധികം പ്രാധാന്യതയുള്ള ഒരു വിഷയമാണ് ആ സമയത്ത് നമ്മൾ ഏത് നാമം ഉച്ചരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ സ്നാനം പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ തന്നെ ആ സമയത്ത് ഉച്ചരിക്കുന്ന നാമവും അതിൻ്റെ ഫോർമുല അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം തന്നെയാണ്. ഇനി ആത്യന്തികമായിട്ടുള്ള സ്നാനത്തിൻ്റെ ഒരു അർത്ഥത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വളരെ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. നമ്മളിൽ വ്യതിയാനം ഉണ്ടാകാതെ, മാനസാന്തരം ഉണ്ടാകാതെ, വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ഏതെല്ലാം നാമത്തിൽ സ്നാനപ്പെട്ടാലും അതൊന്നും ദൈവികമാകുകയോ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയായിട്ടോ അത് തീരുകയില്ല, അങ്ങനെ പരിണമിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ വിഷയങ്ങളെക്കുറിച്ച്, ഭാഗങ്ങളെക്കുറിച്ചുള്ള അവലോകനം നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ 2 വീഡിയോ നിങ്ങളെ കാണിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള സ്നാനം അത് സാധാരണ നടത്തുന്ന രീതി. മറ്റൊന്ന്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിശുദ്ധ തിരുവെഴുത്തുകൾ പ്രകാരം ഞാൻ നിന്നെ ഈ ജലത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുഴുവൻ സ്നാനം കഴിപ്പിക്കുന്നു. കർത്താവിന്റെ കൽപ്പന പ്രകാരവും അപ്പോസ്തലന്മാർ കാണിച്ച മാതൃക പ്രകാരവും സഹോദരിയുടെ വായിൻ സാക്ഷ്യത്താലും പ്രിയ സഹോദരിയെ പാവങ്ങളുടെ മോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ചോദ്യം എന്ന് പറയുന്നത്, ഏത് നാമത്തിലാണ് നാം സ്നാനം നൽകേണ്ടത്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണോ, അതോ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണോ, അഥവാ യേശുവിന്റെ നാമത്തിലാണോ? അപ്പം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് അവിടെയും ഇവിടെയും ഒന്നും പോകേണ്ട ആവശ്യമില്ല. ബൈബിൾ തന്നെയാണ് ഇതിനൊക്കെ നമുക്ക് ഉത്തരം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേദപുസ്തകത്തിൽ നിന്നും, അപ്പോസ്തലന്മാരുടെ നടപടിക്രമങ്ങളിൽ നിന്നും, സഭാചരിത്രത്തിൽ നിന്നും നമ്മൾ ചില ഏറികൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള സ്നാനം. അപ്പൊ നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ നോക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടാകും, ഏത് നാമത്തിലാണ് സ്നാനം എന്നത്.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണോ അതോ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണോ? അപ്പം ഞാൻ നിങ്ങളെ വേദപുസ്തകത്തിൻ്റെ ചില വാക്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കണം. അവിടെ എന്ത് നാമമാണ് ഉച്ചരിച്ചത്, അപ്പം ആ നാമത്തിൻ്റെ പ്രാധാന്യത എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുവാൻ കാരണമായത്, ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ സ്നാനം എന്ന് പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് നൽകേണ്ടത്. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് എന്നാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വളരെ ക്ഷമയോടെ ഈ ഭാഗങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം പലപ്പോഴും നമ്മളിങ്ങനെ എതിരഭിപ്രായമുള്ളവർ ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സ്കിപ്പാക്കും, അല്ലെങ്കിൽ രോഷാകുലരാകും. അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ദയവായിട്ട് ഈ വീഡിയോയുടെ ആരംഭം മുതൽ അവസാനം വരെ കാണണം, കേൾക്കണം. ഞാൻ ഈ പറയുന്ന വിഷയത്തിനകത്തുള്ള സത്യാവസ്ഥകൾ എന്താണ്, അതിനകത്ത് എന്തെങ്കിലും ധാർമ്മികതയുണ്ടോ, അത് നിങ്ങൾ വിലയിരുത്തിയിട്ട് വേണം ഈ വിഷയത്തെ നിങ്ങൾ ഒരു അവലോകനം ചെയ്യുവാനായിട്ട്. എന്തുകൊണ്ടാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനമാണ് യഥാർത്ഥ സ്നാനം? അതിൻ്റെ ചില കാരണങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാരണം, ഇത് സ്ഥാപിച്ച യേശു കർത്താവ് തന്നെയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുകയും, നിങ്ങൾ ആ വാക്യം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിലാണ് ആ ഭാഗം ഗ്രേറ്റ് കമ്മീഷൻ എന്ന നിലയിൽ കർത്താവ് നൽകിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചെയ്തു. ഇവിടെ ഈ വാക്യം വളരെ കൃത്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ യേശു കർത്താവ് പറഞ്ഞ അന്തിമ കൽപ്പനയാണ്, അതായത് ഗ്രേറ്റ് കമ്മീഷൻ. തൻ്റെ സ്വർഗാരോഹണത്തിന് ജസ്റ്റ് മുൻപായി ശിഷ്യന്മാരുമായി യേശു ക്രിസ്തു സംസാരിച്ച് അവരെ ധൈര്യപ്പെടുത്തുകയും അവർക്ക് വേണ്ടതായ ഗൈഡൻസ് എല്ലാം കൊടുക്കുന്ന സമയത്ത് യേശു കർത്താവ് നൽകിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആജ്ഞയാണ് സുവിശേഷം പ്രസംഗിക്കണമെന്നും അതുപോലെ വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാജ്ഞ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മറക്കരുത്. അപ്പൊ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ സ്നാനപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ മറുപടി എത്രയേ ഉള്ളൂ, ഇത് യേശു കർത്താവിൻ്റെ അന്തിമ ആജ്ഞയാണ്, ഗ്രേറ്റ് കമ്മീഷനാണ്. ഇനി രണ്ടാമത്തെ ഒരു റീസൺ എന്തുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം നടത്തണം. ഞാൻ അതിന് ഉദാഹരണമായിട്ട് എടുക്കുന്നത് അപ്പോസ്തലനായ പൗലൂസിനെയാണ്. അപ്പോസ്തലനായ പൗലൂസ് നടത്തിയ സ്നാനങ്ങൾ ഏവിധമായിരുന്നു, എപ്രകാരമുള്ള സ്നാനമാണ്. നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് ഗഹനമായി പഠിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും അപ്പോസ്തലനായ പൗലൂസ് നടത്തിയ സ്നാനവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് എന്നതിന് തർക്കമുണ്ടാകുകയില്ല. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ചോദിച്ചാൽ, നിങ്ങളെ അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിലേക്ക് വരണം. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ വിശ്വാസികളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ആ ചോദ്യം ചോദിക്കുമ്പോൾ കേട്ടു നിൽക്കുന്നവർ യഥാർത്ഥത്തിൽ വിഭ്രാന്തിയോടുകൂടെ പൗലോസിനെ നോക്കിയാണ്.
അവർ വളരെ ആശ്ചര്യത്തോടുകൂടെ പൗലോസ് നോക്കിയ പരിശുദ്ധാത്മാവ്. അപ്പൊ അവർ പറയുകയാണ്, പരിശുദ്ധാത്മാവ് എന്ന ഒന്നിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അപ്പൊ ഇത് കേട്ട പൗലോസ് പെട്ടെന്ന് അവിടെ മറുചോദ്യം ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏറ്റ സ്നാനം ഏതാണ്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ ചോദ്യം ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? നിങ്ങൾ ഏറ്റ സ്നാനം ഏതാണ്? എപ്പോഴാണ് ഈ ചോദ്യം ചോദിച്ചത്? ഞങ്ങൾ പരിശുദ്ധാത്മാവ് എന്നൊരു വാക്ക്, ആ ഒരു പദപ്രയോഗം പോലും കേട്ടിട്ടില്ല എന്ന് പറയുമ്പോഴാണ്. അപ്പോൾ ചോദിച്ചത് നിങ്ങളുടെ സ്നാനം എന്താ? കാരണം എന്നറിയാമോ? അവർ സ്നാനപ്പെട്ടത് അത് ക്രൈസ്തവ അല്ലെങ്കിൽ ക്രിസ്തീയ ജലസ്നാനമായിരുന്നു എങ്കിൽ തീർച്ചയായും ആ ജലസ്നാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ പേര് അവർ കേട്ടിരിക്കണം. വളരെ കൃത്യമാണ് വിഷയം. അതിനെ നമുക്ക് മറ്റേതെങ്കിലും നിലയിൽ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കേണ്ട ആവശ്യം വരുന്നില്ല. പത്രോസിന്റെ ചോദ്യം, ആ ജനങ്ങൾ അവർ പറയുന്നതായതിന്റെ ഉത്തരം, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യം. പൗലോസ് നടത്തിയ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള സ്നാനം തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചോദ്യം പൗലോസ് ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. പൗലോസ് സ്നാനപ്പെടുത്തുന്നു. അപ്പൊ ആ സ്നാനപ്പെടുത്തുമ്പോൾ ലാസ്റ്റിൽ പറയുന്നുണ്ട്, ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അപ്പൊല്ലോസ് കോരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിൽ എത്തി ചില ശിഷ്യന്മാരെ കണ്ടു. എന്നിട്ട് അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചത്. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചു. തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. ശ്രദ്ധിക്കാം, ഒരു കൺക്ലൂഷനിലേക്ക് പോകാൻ മുൻപ് നിങ്ങൾ അവിടെ ഒന്ന് വിരാമമിട്ട് വളരെ നല്ല നമ്മൾ ഹിന്ദി പറയും ഠണ്ടാ ദിമാഗ്, വളരെ കൂളായിട്ട് നമ്മൾ ഈ വിഷയം ഒന്ന് അപഗ്രഥിക്കണം, ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം. ഒന്ന് വിരാമമിട്ട് വളരെ നല്ല നമ്മൾ ഹിന്ദി പറയും ഠണ്ടാ ദിമാഗ്, വളരെ കൂളായിട്ട് നമ്മൾ ഈ വിഷയം ഒന്ന് അപഗ്രഥിക്കണം, ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം. ഇതാണ് അവരുമായി സംസാരിക്കുന്നത്. അവരുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം എന്താണ്? വളരെ ശ്രദ്ധിച്ചു നോക്കുക. അദ്ദേഹം പറയുകയാണ്, എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങളെ ഇട്ടത് യോഹന്നാന്റെ സ്നാനം. അപ്പം ഇതിനു മുൻപ് സ്നാനങ്ങൾ പലത് നടക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി എൻ്റെ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണത്. ജാതീയ സ്നാനം, പ്രോസ്ലൈറ്റ് ബാപ്റ്റിസം, അതുപോലെ തന്നെ യഹൂദ ബാപ്റ്റിസം അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിലുള്ള ബാപ്റ്റിസം, അതുപോലെ യോഹന്നാന്റെ ബാപ്റ്റിസം. അപ്പൊ യോഹന്നാൻ അദ്ദേഹം ബാപ്റ്റിസം കൊടുത്തു. മറ്റ് ഇതര ബാപ്റ്റിസങ്ങളെ കുറിച്ച് ഇപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞു. അവിടെ ഒന്നും പിതാവോ പുത്രനോ പരിശുദ്ധാത്മാവോ എന്ന് പറയുന്ന ഒരു നാമങ്ങളും ഉപയോഗിക്കുന്നില്ല. യേശു കർത്താവ് എന്ന നാമം ഉപയോഗിക്കുന്നില്ല. അവിടെ യേശു എന്ന നാമം ഉപയോഗിക്കുന്നില്ല. ഒരു നാമം ഉപയോഗിക്കാതെ അവരെന്ത് ചെയ്യണം? അവരെ സിമ്പിളി ആൾക്കാരെ ജലത്തിൽ മുക്കുകയാണെങ്കിൽ അതത് നിലവാരങ്ങളനുസരിച്ച് അവരുടെ കാര്യങ്ങളനുസരിച്ച് ചെയ്യുക. അപ്പൊ യോഹന്നാന്റെ സ്നാനത്തിൽ ഒരിക്കലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല സ്നാനം നടത്തിയത്. അദ്ദേഹം മാനസാന്തര സ്നാനം നടത്തുകയാണ്. ജനങ്ങൾ അവരുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി പാപം ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിലേക്ക് വന്നു. യോഹന്നാൻ സ്നാനമേറ്റു എന്നാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അപ്പൊ മാനസാന്തരപ്പെട്ട അവിടെ പാപങ്ങളെ കുറിച്ചുള്ള പശ്ചാത്താപം ഉണ്ടായവർ യോഹന്നാൻ അടുത്തേക്ക് വരുന്നു.
അപ്പോൾ അതിന് മാനസാന്തര സ്നാനം എന്ന ഒരു വാക്ക് പറഞ്ഞ് അവിടെ വെച്ചത് അവസാനിപ്പിക്കുകയാണ്. എന്നാൽ ക്രിസ്തീയ സ്നാനം പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നു, പൗലോസ് അവരോട് സംസാരിക്കുകയാണ്. പക്ഷെ യോഹന്നാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രയും കഴിപ്പിച്ചു, തന്റെ പിന്നാലെ വരുന്നവനായി യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ യോഹന്നാൻ നടത്തിയ സ്നാനം മാനസാന്തര സ്നാനമാണ്. എന്നാൽ യോഹന്നാൻ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് യോഹന്നാൻ പറഞ്ഞു. അപ്പൊ ആരെ വിശ്വസിക്കണം? യേശുവിനെ വിശ്വസിക്കണം. ഏത് നാമത്തിൽ വിശ്വസിക്കണം? യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കണം. കാരണം യേശുവിന്റെ നാമമല്ലാത്ത മറ്റ് പല നാമങ്ങൾ അന്ന് അവിടെ പ്രചുലിതമാണ്. യോഹന്നാൻ വളരെ ഫേമസ് ആണ്. യോഹന്നാന്റെ നാമത്തിലല്ല പിന്നെ നമ്മൾ ചെയ്യേണ്ട സ്ഥാനം. അന്ന് ഏലിയ പ്രവാചകന്റെ നാമം വളരെ പ്രചലിതമാണ്. എല്ലാവരും എപ്പോഴും കൊട്ടിഘോഷിക്കുന്ന ഒരു പേരാണ് മോശയുടെ നാമം, അതുപോലെ ഏലിയ പ്രവാചകന്റെ നാമം, മറ്റ് പഴയ നിയമ പ്രവാചകന്മാർ പലരുടെയും പേരുകളൊക്കെ അന്ന് പ്രസിദ്ധമാണ്. ആ പേരുകളൊക്കെ ജനങ്ങൾ അറിയപ്പെടാൻ പോലും ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ക്രിസ്തീയ ജലസ്നാനത്തെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട്, നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുക. അപ്പൊ ആ കാര്യം എടുത്ത് പൗലോസ് പറയുകയാണ്, യോഹന്നാൻ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിശ്വസിക്കേണ്ട നാമം എന്ന് പറയുന്നത് അത് യേശുവിന്റെ നാമമാണ്. ഞാൻ പറയട്ടെ, നമ്മളെല്ലാവരും യേശുവിനെ വിശ്വസിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളുണ്ട്, രോഗശാന്തിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ അലറി ഓടുന്നു. യേശുവിന്റെ നാമത്തിൽ നമുക്ക് യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ വിട്ടുമാറുന്നു. യേശുവിന്റെ നാമത്തിലാണ് എല്ലാം നടക്കുന്നത്. യേശു എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്ന ഒരു നാമം. അപ്പൊ അത് യേശുവിന്റെ നാമമാണ്. അതിന് ഞങ്ങൾ ആരും ഒരിക്കലും എതിര് പറയുകയോ എതിർ നിൽക്കുകയോ ചെയ്യുന്നില്ല. അത് അങ്ങനെയാണെന്ന് ഉച്ചസ്ഥരം ഘോഷിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ സ്നാനത്തിന്റെ ഫോർമുലയിൽ ആ കാര്യം വ്യത്യസ്തമായിട്ട് യേശു തന്നെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. യേശു തന്നെ ആ കാര്യം പഠിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ നിലയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ കാര്യം പറഞ്ഞത് ആരാണ്? ഇത് പഠിപ്പിച്ചത് ആരാണ്? അത് യേശുവാണ്. അപ്പൊ അന്ന് വിവിധ നാമത്തിലുള്ള സ്നാനങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം, വിവിധ പേരുകളിൽ ജനങ്ങൾ അറിയപ്പെടാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടം. യോഹന്നാൻ വളരെ ഫേമസ് ആയി യോഹന്നാന്റെ നാമത്തെ അറിയപ്പെടാൻ ആഗ്രഹിച്ച ഒരു കൂട്ടം ആളുകൾ. അവരുടെയൊക്കെ മധ്യത്തിൽ വെച്ചാണ് യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേൽക്കണം. പക്ഷെ ആ കാലഘട്ടം കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. ഇപ്പോൾ യേശുവിന്റെ സാന്നിധ്യം അക്ഷരീയമായിട്ട് ഒരു ശാരീരികമായിട്ടുള്ള ഒരു പ്രസൻസ്, യേശുവിന്റെ ആ പ്രസൻസ് ഇപ്പോൾ ഭൂമിയിൽ ഇല്ലാത്ത ഒരു കാലഘട്ടം. ശിഷ്യന്മാരാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളാണ് പിന്നെ നമ്മൾ കാണുന്നത്. അവർ പോയിന്റ് ഔട്ട് ചെയ്തത് യേശുവിന്റെ നാമത്തെയാണ്. യോഹന്നാന്റെ നാമത്തെയോ അല്ലെങ്കിൽ മോശയുടെ നാമത്തെയോ അല്ലെങ്കിൽ ഏലിയ പ്രവാചകന്റെ നാമത്തെയോ അല്ല. അപ്പോസ്തലന്മാർ ഹൈലൈറ്റ് ചെയ്തതും പ്രസംഗിച്ചതും ചൂണ്ടിക്കാട്ടിയതും എല്ലാം അവർ പറഞ്ഞു, ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് യേശുവിന്റെ നാമത്തിലാണ്. കാരണം യേശു ആണ് ഞങ്ങളെ ഇത് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. യേശുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യേശുവിന്റെ അതോറിറ്റി, യേശുവിന്റെ അധികാരത്തിലാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. യേശുവിന്റെ അധികാരത്തിലാണ് ഞങ്ങൾ സ്ഥാനപ്പെടുത്തുന്നത്. യേശു പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. യേശു പറഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രസംഗിക്കാൻ പോകുന്നത്. യേശു പറഞ്ഞിട്ടാണ് ഞങ്ങൾ സുവിശേഷം പങ്കുവെക്കുന്നത്. യേശു പറഞ്ഞിട്ടാണ് ഞങ്ങൾ മിഷണറി യാത്രകൾ ചെയ്യുന്നത്. യേശുവാണ് ഇതിനൊക്കെ കാരണക്കാരൻ. യേശുവിന്റെ നാമത്തിലാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം അപ്പോസ്തലന്മാർ ഇവിടെ യേശുവിന്റെ നാമം ഉച്ചരിച്ച് പറയുന്നതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫോർമുല മാറ്റിയിട്ടുള്ളതല്ല, യേശു പഠിപ്പിച്ച ഫോർമുലയിൽ നിന്നും മാറിയല്ല.
യേശുവാണ് ഞങ്ങളോട് ഇത് ചെയ്യാൻ പറഞ്ഞത് എന്ന് അവരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്താണ് ജനങ്ങൾ മനസ്സിലാക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. യേശു പറഞ്ഞ കാര്യം, യേശു അതൊന്നുമാണ് യേശുവിൻ്റെ നാമം എന്ന് ഉച്ചരിക്കുന്നത്. കാരണം യേശു ആണ് അതിൻ്റെ ഉപജ്ഞാതാവ്. എന്ന് പറഞ്ഞാൽ സ്നാനം എന്ന ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയത് യേശു കർത്താവാണ്. അതുകൊണ്ടാണ് നമ്മൾ യേശുവിൻ്റെ നാമം അവിടെ യേശുവാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, യേശുവാണ് ഇത് സംസാരിച്ചിരിക്കുന്നത്, യേശുവാണ് കൽപ്പന തന്നിരിക്കുന്നത്. പക്ഷെ എന്താണ് കൽപ്പന യേശുവിൻ്റെ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യം കുറെയെങ്കിലും മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അപ്പോസ്തലനായ പൗലോസ് രണ്ടാമത് അവരെ സ്നാനപ്പെടുത്തി എന്നും അവിടെയുണ്ട്. രണ്ടാമത് ഈ ജനത്തെ, യോഹന്നാന്റെ സ്നാനമേറ്റ ജനത്തെ പൗലോസ് എന്ത് ചെയ്യുന്നു? സ്നാനപ്പെടുത്തുന്നു. അപ്പൊ നിങ്ങൾ അതിന്റെ 5-ാമത്തെ വാക്യം നോക്കി. ഇത് കേട്ടപ്പോൾ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞിട്ടില്ല, കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ, കർത്താവായ യേശു ക്രിസ്തു എന്ന് ഉപയോഗിക്കാതെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവർക്ക് സ്നാനം നൽകി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കർത്താവായ യേശു അദ്ദേഹം പറഞ്ഞതുപോലെ, അദ്ദേഹത്തിന്റെ ആ അതോറിറ്റി, അദ്ദേഹം ഞങ്ങളെ ഏൽപ്പിച്ച കമ്മീഷൻ, ആ അധികാരത്തിൽ ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്തുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ്. അപ്പോൾ പൗലോസ് തീർച്ചയായും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ഉച്ചരിച്ചിരിക്കണം. കാരണം ആദ്യമേ പൗലോസ് ചോദിച്ചു, നിങ്ങൾ ഏറ്റ സ്നാനത്തിൽ ഏതാണ് നിങ്ങൾ സ്നാനമേറ്റത്? കുറഞ്ഞപക്ഷം ആ സ്നാനത്തിന്റെ സമയത്തെങ്കിലും പരിശുദ്ധാത്മാവെന്ന് നിങ്ങൾ കേൾക്കണമല്ലോ. അപ്പൊ ഇവിടെ രണ്ടാമത് സ്നാനം കൊടുത്തപ്പോൾ അത് മാറ്റി കർത്താവായ യേശുവിന്റെ നാമത്തിലാണ് കൊടുക്കുന്നത്. അപ്പൊ ചില സ്ഥലങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൊടുക്കുന്നു, ചില സ്ഥലങ്ങളിൽ കർത്താവായ യേശുവിന്റെ നാമത്തിൽ കൊടുക്കുന്നു. ഇത് കൃത്യമായിട്ട് വരുമോ? അപ്പൊ ആ ഫോർമുല അവിടെ ശരിയായിട്ട് വരുമോ? ഇനി നമുക്ക് സഭാ ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിക്കാം. സഭാ ചരിത്രത്തിൽ 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ എഴുതപ്പെട്ട ദ ഡിഡാക്കെ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ പുസ്തകത്തിൽ സ്നാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനമാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഉത്ബോധിപ്പിക്കുമ്പോൾ തന്നെ, യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു പറഞ്ഞ് പഠിപ്പിച്ച, യേശുക്രിസ്തു നൽകിയ അധികാരത്തിലുള്ള, യേശുക്രിസ്തു മാതൃക കാട്ടിത്തന്ന, യേശുക്രിസ്തു കൽപ്പിച്ച സ്നാനം നിങ്ങൾ ചെയ്യണം. അതെങ്ങനെയാണ്? അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവയെല്ലാം പഠിപ്പിച്ച അനന്തരം അവരെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവീൻ എന്നാണ്. അപ്പൊ ഇത് നോക്കുക, 1-ാം നൂറ്റാണ്ടോടുകൂടെ അപ്പോസ്തലന്മാരുടെ കാലഘട്ടം അവസാനിക്കുകയാണ്. ഏകദേശം അവസാന കണ്ണിയായിട്ട് യോഹന്നാനെ നമ്മൾ കാണുന്നത്. യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുകയും അവിടെ വെച്ച് ദിവ്യ ദർശനങ്ങൾ പ്രാപിക്കുകയും വെളിപ്പാട് പുസ്തകം എഴുതിയൊക്കെ ചെയ്ത് അവസാനം വന്ന് AD 100 മുൻപായിട്ട് തന്നെ യോഹന്നാൻ ഈ ലോകം വിട്ട് കടന്നു പോകുന്ന സന്ദർഭമാണ്. യോഹന്നാൻ സ്വാഭാവിക മരണം പ്രാപിച്ച് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുന്നു. അതിനുശേഷമുള്ള സഭാപിതാക്കന്മാർ അല്ലെങ്കിൽ സഭാ അധ്യക്ഷന്മാർ അവർ കേട്ടതും കണ്ടതും പഠിച്ചതും അവർ മനസ്സിലാക്കിയതുമായിട്ടുള്ള സത്യങ്ങൾ അതിങ്ങനെ ക്യാരി ഓൺ ചെയ്തുകൊണ്ടേയിരുന്നു. അതിനെ പ്രസംഗിക്കുകയും അവർ കേട്ട വചനങ്ങൾ പ്രസംഗിക്കുകയും സഭയിൽ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പൊ അങ്ങനെ അന്ന് ഉടലെടുത്ത ഒരു ഗ്രന്ഥമാണ് ഡിഡാക്കെ എന്ന് പറയുന്നത്. അവിടെ വളരെ കൃത്യമായി എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവീ എന്നാണ്. തുടർന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ജീവിച്ചിരുന്ന ജസ്റ്റിൻ മാർട്ടിൻ എന്ന ഒരു സഭാപിതാവ് പറഞ്ഞ വിഷയമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അഖിലാണ്ടത്തിന്റെ നിയന്ത്രിതാവും പിതാവുമായ ദൈവത്തിന്റെയും നമ്മുടെ രക്ഷിതാവായ യേശുവിന്റെയും നാമത്തിലാണ് വിശ്വാസികൾ സ്നാനം സ്വീകരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ചരിത്ര തെളിവുകളാണ്. പിന്നെ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച തെർത്തുല്യനെ കുറിച്ച് നമുക്കറിയാം.
അദ്ദേഹം പറയുന്നത് മത്തായി 28:19 സ്നാനത്തിനുള്ള നിയമവും ഫോർമുലയും നൽകിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഓരോ നൂറ്റാണ്ടിലും ജീവിച്ചിരുന്ന പ്രഗത്ഭരും പ്രസിദ്ധരും സഭയെ നിയന്ത്രിച്ചിരുന്നവരുമായിട്ടുള്ള സഭാപിതാക്കന്മാരൊക്കെ അവർ സാക്ഷ്യം നൽകിയിരിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനമാണ് സഭയിൽ നടന്നിരുന്നത് എന്നാണ്. എന്നാൽ പിന്നെ എപ്പോഴാണ് ഇതിന് വ്യത്യാസമുണ്ടാകുന്നത്? എങ്ങനെയാണ് ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിതാവും പുത്ര പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന നാമം മാറ്റിയിട്ട് ഒരു നാമം മാത്രം ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് എങ്ങനെയാണ് വന്നത്? നമുക്കറിയാം, എപ്പോഴും എല്ലാ കാലത്തും ഈ ഉപദേശപരമായ വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈവൻ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പല വിഷയങ്ങളിൽ ജ്ഞാനമതക്കാരും മറ്റ് വ്യത്യസ്തമായിട്ടുള്ള മതക്കാര്, വിശ്വാസമുള്ളവര്, അവരൊക്കെ വന്നിട്ട് സത്യസുവിശേഷത്തിനെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമുക്കറിയാം. അപ്പൊ അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പൊ അങ്ങനെ നൂറ്റാണ്ടുകളിൽ പിന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പല നിലയിലുള്ള പഠനങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ അങ്ങനെ AD 260 അന്ത്യോക്യയിലെ ബിഷപ്പായിരുന്ന സമോസാറ്റായിലെ പൗലൂസാണ് യഥാർത്ഥത്തിൽ ഈ ഫോർമുലയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത്. അദ്ദേഹം തൃത്വനിഷേധിയായിട്ട് തീർന്നു. അത് ആരും മുതലുകൊണ്ട് നമുക്കറിയാം, 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ വേദപുസ്തക സത്യങ്ങൾക്ക് വിരോധമായിട്ടുള്ള പഠനങ്ങളും ചിന്തകളും ആദ്യം മുതലേ തന്നെയുണ്ട്. അപ്പൊ അങ്ങനെ പലരും എഴുന്നേറ്റു. അന്ന് ശക്തമായിട്ട് വാദിക്കാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള ശക്തന്മാരായിട്ടുള്ള അപ്പോസ്തലന്മാർ തന്നെ ഉണ്ടായിരുന്നു. പൗലോസൊക്കെ അതിൽ വളരെ അഗ്രഗണ്യന്മാരായിരുന്നു. അങ്ങനെ എല്ലാ നൂറ്റാണ്ടിലും ഉണ്ട്, ഇന്നും ഉണ്ടത്. ഇന്നും അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. അപ്പം അന്ത്യോക്യ ബിഷപ്പായിരുന്ന ഈ പൗലോസ് എന്ന് പറഞ്ഞ അദ്ദേഹം എന്ത് ചെയ്തു? തൃത്വം അല്ല, ശരിയല്ല എന്നൊരു ഉപദേശം സ്ഥാപിച്ചിട്ട് അദ്ദേഹത്തിന്റെ സ്നാനവും മറ്റെല്ലാം ഏക നാമത്തിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിനുണ്ടായ അനുയായികളും മറ്റുള്ളവരും ആ ഒരു രീതി കുറേയേറെ കാലങ്ങളിലേക്ക് അവരെന്ത് ചെയ്തു? അവരത് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളിൽ ആകർഷരാകുകയും ചില നാളുകളിലേക്ക് തന്നെ അത് അവരുടെ സഭകളിൽ പഠിപ്പിക്കുകയും ഒത്തിരി അനുയായികളെ അവർക്ക് ലഭിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ നമുക്കറിയാം, AD 314 നിക്യായിൽ വെച്ച് നടന്ന പൊതു സുന്നകദോസിൽ വെച്ച് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അല്ലാതെ നടത്തിയ സ്നാനത്തെ വേദ വിപരീതമായിട്ട് ആ നിക്യ സുന്നകദോസിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. നിക്യ സുന്നകദോസ് അത് റോമൻ ചക്രവർത്തിയാൽ നടത്തപ്പെട്ടതാണെന്നും അതുപോലെ കത്തോലിക്കരാണ് അതിന്റെ മുൻപന്തിൽ വന്നെന്നൊക്കെ വാദങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ആ സമയങ്ങളിൽ അങ്ങനെയുള്ള ഒരു പ്രത്യേക നിലവാരങ്ങൾ ഉണ്ടായിരുന്നില്ല. റോമാക്കാർ മാത്രമോ അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക സഭയോ അങ്ങനെ അവരുടെ നിയന്ത്രണത്തിൽ ഉണ്ടാക്കപ്പെട്ട ഒരു കാര്യമാണെന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ല. സഭാപിതാക്കന്മാർ, അന്ന് ഉണ്ടായിരുന്ന സഭാപിതാക്കന്മാർ ഒന്നിച്ചു ചേർന്ന് അവർ എടുത്ത തീരുമാനങ്ങൾ, പല കാര്യങ്ങളിൽ അവർ തീരുമാനങ്ങൾ എടുത്താണ് സഭ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇന്നും അങ്ങനെയാണല്ലോ. നമ്മൾ ഇന്നും പല കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയും നമ്മൾ ഒന്നിച്ചു കൂടുകയും തീരുമാനം എടുക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ AD 314 നിക്യ സുന്നകദോസിൽ വെച്ച് ഈ കാര്യം തീരുമാനിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ അല്ലാത്ത സ്നാനം വേദ വിപരീതമായ സ്നാനമാണ്. അതാരും അംഗീകരിക്കാൻ പാടില്ല. തൃത്വനാമത്തിലുള്ള സ്നാനം മാത്രമേ അംഗീകരിക്കാവൂ എന്ന തീരുമാനം നിക്യ കൗൺസിൽ കൊണ്ടുവന്നു. അപ്പൊ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. തുടർന്ന് പിന്നെ നമ്മൾ 5-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ, 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സോക്രട്ടസ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അറിയൂസിന്റെ വാദക്കാരിൽ ഒരു കൂട്ടം തീവ്രവാദികൾ സ്നാന ഫോർമുല മാറ്റി യേശുവിന്റെ നാമം മാത്രം ചൊല്ലി സ്നാനപ്പെടുത്തി ദുഷിപ്പിച്ചു കളഞ്ഞു എന്നാണ്.
എന്നാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് നമ്മൾ പറയുന്ന ആ ഫോർമുല അവർ മാറ്റിയിട്ട് യേശുവിന്റെ നാമം മാത്രം അവർ ഉച്ചരിക്കാൻ വേണ്ടി തുടങ്ങി. ഇപ്പൊ ഇവിടെ ഇനി നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. യേശുവിന്റെ നാമത്തോട് നമുക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? അല്ല, അങ്ങനെ ചോദ്യം ചോദിച്ചാൽ അങ്ങനെ അതൊരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. യേശുവിന്റെ നാമത്തോട് നമുക്ക് എന്താണ് വിരോധമുള്ളത്? യേശുവിന്റെ നാമത്തോട് ഒരു വിരോധവും ഇല്ല. യേശു കർത്താവ് പറയുകയാണ്, യേശുവിന്റെ നാമത്തിൽ സ്ഥാനപ്പെടുത്തി നിങ്ങൾ ആൾക്കാരെ ശിഷ്യരാക്കുകയും എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് അതിനെ അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാമല്ലോ. അത് യാതൊരുമായ തടസ്സങ്ങളുമില്ലായിരുന്നു. ആർക്കാണ് പ്രശ്നമുള്ളത്? യേശു പറഞ്ഞല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുന്നതും നമ്മൾ അതല്ലേ അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. യേശു എന്താ പറഞ്ഞത് അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ യേശു പറഞ്ഞതിനാണോ നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്? അത് മറ്റാരെങ്കിലും സംസാരിച്ച വിഷയങ്ങൾക്കാണ്? അപ്പൊ ഇതിന്റെ പ്രാക്ടിക്കലായിട്ടുള്ള വിഷയം എന്താണ്? യേശുവിന്റെ നാമം എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് ഞാൻ ഇതിനു മുൻപ് സംസാരിച്ച നിങ്ങൾ പക്ഷേ മനസ്സിലാക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് യേശുവിന്റെ നാമം എന്ന് പറയാനുള്ള കാരണം? അത് ജനത്തോട് പറയുമ്പോൾ ഉള്ള കാര്യമാണ്. പക്ഷെ ഫോർമുലയിൽ അതല്ല ഉപയോഗിച്ചതെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇത്രയുമുള്ള ചില ചരിത്ര രേഖകളിലൂടെയും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ച വിഷയം. അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് സ്നാനം എന്നുള്ളതിനെ കുറച്ച് ബിബ്ലിക്കലായിട്ടും സഭാചരിത്രപരമായിട്ടുമൊക്കെ നമുക്ക് പ്രൂഫായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചത്. ഇനി നമുക്ക് യേശുവിന്റെ നാമത്തിലുള്ള സ്നാനത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. നമ്മൾ പറയുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ പറയുന്ന പോലെ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമാണ് യഥാർത്ഥ സ്നാനമെങ്കിൽ എന്തുകൊണ്ടാണ് ഫോർമുല പലപ്പോഴും മാറ്റപ്പെട്ടത്? നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ 38-ാമത്തെ വാക്യം വായിക്കണം. അപ്പം ഞാൻ 9 വാക്യങ്ങൾ എന്ന് പറയാം. ആ വാക്യങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതിന്റെ വിഷയങ്ങൾ എവിടൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇപ്പൊ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനപ്പെടുത്തേണ്ടതെങ്കിൽ ഇനി ഞാൻ ഈ പറയാൻ പോകുന്ന വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് പറയണം എവിടെയാണ് ശരി, എവിടെയാണ് തെറ്റെന്നുള്ളത്. അപ്പോസ്തലപ്രവൃത്തി 2-38 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കുവീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പൊ ഇവിടെ യേശു ക്രിസ്തുവിന്റെ നാമം എന്നാണ് ഉച്ചരിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിലേക്ക് വരൂ. 8-ാം അധ്യായം അതിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ശമരിയിൽ വിശ്വസിച്ചവർ സ്നാനമേറ്റു പീലിപ്പോസിനോട് ചേർന്നു. അവർ സ്നാനമേറ്റു. അവർ ഏറ്റ സ്നാനം കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആയിരുന്നു. അപ്പൊ കർത്താവായ യേശുവിന്റെ നാമം. ആദ്യം പത്രോസ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവീൻ. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 48-ാമത്തെ വാക്യത്തിലേക്ക് വരും. പത്രോസ് അവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ കൽപ്പിച്ചു. അപ്പൊ പത്രോസ് കൽപ്പിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുടെയും നാമത്തിലല്ല, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ചെയ്യണം. അർത്ഥം എന്താണ്? പൗലോസിന്റെയോ പത്രോസിന്റെയോ യോഹന്നാന്റെയോ മോശയുടെയോ അവിടെ ആരുടെയും നാമത്തിലല്ല, യേശു എന്ന ആ നാമത്തിൽ, അല്ലെങ്കിൽ യേശു പഠിപ്പിച്ച ആ അധികാരത്തിൽ നിങ്ങൾ സ്ഥാനം കൊടുക്കണം. അപ്പം ഇവിടെ പത്രോസ് പറയുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്ഥാനം കഴിപ്പിക്കുവാൻ കൽപ്പിച്ചു. അപ്പം രണ്ട് ഭാഗങ്ങളിൽ നമ്മൾ കണ്ട 3 ഭാഗത്ത് വ്യത്യസ്തമായ ആ നാമങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നോക്കൂ. ഇത് കേട്ടപ്പോൾ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു.
എഫെസോസിലെ ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തിയ വിഷയമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന ചോദ്യം, അതിന് ഉത്തരം പരിശുദ്ധാത്മാവ് എന്ന് കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റ സ്നാനം ഏത് എന്ന് പൗലോസ് ചോദിച്ചതിന് ശേഷം അവരെ സ്നാനപ്പെടുത്തുകയാണ്. അപ്പം ഇത് കേട്ടപ്പോൾ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. സ്നേഹിതരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനപ്പെടുത്തേണ്ടതെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഈ വ്യത്യസ്തതകൾ വന്നിരിക്കുന്നത്? ഓരോരുത്ത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, മറ്റൊടുത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, അല്ലേ? മറ്റൊടുത്ത് കർത്താവായ യേശുവിന്റെ നാമത്തിൽ. ഇനി വേറൊരു ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം ഷണ്ണനെ സ്ഥാനപ്പെടുത്തിയ വിഷയം അറിയാം. ഫിലിപ്പോസ് ഷണ്ണനെ സ്ഥാനപ്പെടുത്തി. അവര് വെള്ളത്തിൽ ഇറങ്ങി സ്ഥാനപ്പെട്ടു. ഏത് നാമമാണ് ഉച്ചരിച്ചതെന്ന് അവിടെ കൊടുത്തിട്ടില്ല. ഈ 8-ാം അധ്യായത്തിന്റെ താഴോട്ടുള്ള വാക്യത്തിൽ, അവസാന വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഒന്ന് നോക്കണം. അപ്പൊ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഫിലിപ്പോസ് ഷണ്ണനെ സ്ഥാനപ്പെടുത്തുന്ന വിഷയമുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. ഫിലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു, തന്നെ കുറിച്ചോ മറ്റൊരുത്തിനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്നപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ ഓർക്കുമല്ലോ, പല നാമങ്ങൾ പല ആൾക്കാരുടെ പേരുകളെല്ലാം പ്രസിദ്ധമായിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഫിലിപ്പോസ് യേശുവിനെ എംഫസൈസ് ചെയ്യാണ് ഇവിടെ. അപ്പം വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനം ഏൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവർ തേരി നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ ഫിലിപ്പോസ് ഷണ്ണന് സ്ഥാനം കൊടുക്കുമ്പോൾ ഒരു നാമവും ഉച്ചരിച്ചതായിട്ട് കാണുന്നില്ല. അപ്പൊ ഈ സ്നാനത്തെ അംഗീകരിക്കുമോ അതോ അംഗീകരിക്കാതിരിക്കുമോ? ഇവിടെ പത്രോസ് പറയുന്നത്, അതുപോലെ ഫിലിപ്പോസ് നൽകുന്ന സ്ഥാനം, അതുപോലെ പൗലോസ് നൽകുന്ന സ്ഥാനം, ഈ സ്നാനങ്ങളുടെ എല്ലാം നിങ്ങൾ പറയുന്ന അനുസരിച്ച് ആ ഫോർമുല നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒന്നായി തീരാൻ കഴിയുന്നത്? അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതില്ലേ, ചിലടത്ത് യേശു ക്രിസ്തുവിന്റെ നാമം, ചിലടത്ത് കർത്താവായ യേശുവിന്റെ നാമം, ചിലടത്ത് യേശു ക്രിസ്തുവിന്റെ നാമം, ചിലടത്ത് ഒരു നാമവും ഉച്ചരിക്കാതെ സ്നാനം നടത്തി എന്ന് കാണും. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? പുതിയ നിയമ സ്നാനം എന്ന് പറയുന്നത്, പുതിയ നിയമ സഭയിലെ സ്നാനം എന്ന് പറയുന്നത് തീർച്ചയായും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനമാണ്. കാരണം ഇവിടെ വ്യത്യസ്തമായ നിലയിൽ യേശു ക്രിസ്തു എന്നും യേശുവിന്റെ നാമം എന്നും ഒക്കെ ഉച്ചരിക്കുന്നത് യേശു പറഞ്ഞ സ്നാനം എന്ന അർത്ഥത്തിലാണ്. യേശു നൽകിയ അധികാരത്തിലുള്ള സ്നാനം എന്ന അർത്ഥത്തിലാണ്. അല്ലാതെ യേശുവിന്റെ നാമത്തിൽ അവനെ സ്നാനപ്പെടുത്തി എന്നല്ല. യേശുവിന്റെ നാമം അവിടെ ഉച്ചരിക്കുവാൻ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് യേശുവാണ് ആ ശുശ്രൂഷ ചെയ്യുവാൻ അധികാരപ്പെടുത്തിയതെന്നാണ്. അപ്പം ഈ വിഷയത്തിൽ ഒരു ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള മറ്റിതര പഠനങ്ങൾ അടുത്ത എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യുക. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ബൈ.